നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. സർവത്ര വ്യാജന്മാർ വാഴും യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ തലവനാണല്ലോ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൽ. പക്ഷെ വലിയ നേതാവ് കളിക്കുന്ന ഈ യൂത്തിന് വകതിരിവും ബുദ്ധിയും ലേശം പോലും അടുത്തൂടെ പോയിട്ടില്ല എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പോലുമുള്ള ബോധമില്ലാത്ത ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് BJP നേതാവായ പത്മജ വേണുഗോപാൽ. രാഹുലിന് സ്ത്രീകളോട് ദേഷ്യമാണ്. സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ എന്തൊക്കെയാണ് ഈ സൈബർ കുഞ്ഞ് പറയുന്നതെന്നും പത്മജ ചോദിച്ചു. അവർ ചോദിച്ചതിൽ യാതൊരുവിധ തെറ്റും പറയാൻ സാധിക്കത്തില്ല. കാരണം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പ്രവേശിച്ചപ്പോൾ വളരെ മോശമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. അതെല്ലാവരും നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ കേട്ടതാണ്. പത്മജ വേണുഗോപാലിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തു. അത്രയും തഴന്താണ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയത്. ഇപ്പോൾ വടകരയിൽ KK ശൈലജ ടീച്ചർക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന സൈബർ അതിക്രമങ്ങൾക്ക് എതിരെയാണ് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി ഏതുമാകട്ടെ, അവരും ഒരു സ്ത്രീയല്ലേ എന്ന് പത്മജ ചോദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം പത്മജ പറഞ്ഞത്. രാഹുലിന്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. നമുക്ക് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇദ്ദേഹത്തിന് സ്ത്രീകളോട് വലിയ ദേഷ്യമാണ്. സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പറ്റി എന്തൊക്കെയാണ് ഈ സൈബർ കുഞ്ഞ് പറയുന്നത്? എന്നെ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. എന്റെ അച്ഛനെ പറ്റി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒന്നും ഇല്ലാതിരുന്ന എന്റെ അമ്മയെ പറ്റി പറഞ്ഞു. എന്റെ അമ്മ സ്വന്തം മകളെ പോലെ നോക്കിയ പല നേതാക്കന്മാരും അത് ആസ്വദിച്ചു. ഇപ്പോൾ ശൈലജ ടീച്ചറെ പറ്റി പറയുന്നത് കേട്ടു. ഏത് പാർട്ടിക്കാരി ആയിക്കോട്ടെ, അവർ സീനിയർ പൊതുപ്രവർത്തകയാണ്. അതിലപ്പുറം ഒരു സ്ത്രീയാണവർ. നേതാക്കന്മാരെ മണിയടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വല്ല ഇലക്ഷനും നിൽക്കേണ്ടി വന്നാൽ ഒരു സ്ത്രീയുടെ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കൂ. ഇതായിരുന്നു അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം. BJPയിൽ ചേർന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പത്മജയ്ക്കെതിരെ വലിയ സൈബർ അതിക്രമങ്ങളാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പത്മജയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പിതാവ് കരുണാകരന്റെ മൂല്യത്തെ തള്ളിപ്പറഞ്ഞ അവർ ഇനി മുതൽ തന്തേ കൊന്ന സന്തതി എന്ന പേരിലാകും അറിയപ്പെടുക എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു.